അവസാന ഓവർ വരെ നീണ്ട ത്രില്ലർ പോരാട്ടത്തിൽ 11 റൺസിന് ഇന്ത്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് 219 റൺസായിരുന്നെങ്കിൽ മറുപടി ബാറ്റിങ്ങിൽ 208 റൺസ് എടുക്കാൻ മാത്രമേ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചുള്ളൂ. മറുപടി ബാറ്റിങ്ങിൽ തുടക്കമൊന്ന് പാളിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ആളിക്കത്തുകയായിരുന്നു സൗത്ത് ആഫ്രിക്ക ചെയ്തത്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ തിലക് വർമ്മയുടെ സെഞ്ചുറി ബലത്തിലാണ് 219 റൺസ് നേടിയത്. അഭിഷേക് ശർമ്മ 50 റൺസും ഹാർദിക് പാണ്ഡ്യ 18ഉം രമൺദീപ് സിംഗ് 15 റൺസുമാണ് നേടിയത്. സൗത്ത് ആഫ്രിക്കൻ ബോളർമാർക്ക് കാര്യമായ മത്സരത്തിലൊന്നും ചെയ്യാനായില്ല. കാരണം ബോളറിന് എല്ലാവരെയും തലങ്ങും വിലങ്ങും പായിച്ചുകൊണ്ടാണ് ഇന്ത്യ മികച്ച രീതിയിൽ റൺസുകൾ സ്വന്തമാക്കിയത്. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ തുടക്കമൊന്ന് പതറിയെങ്കിലും പിന്നീട് മധ്യ ഓവറുകളിൽ സൗത്ത് ആഫ്രിക്ക ആളിക്കത്തുകയായിരുന്നു. കീറിക്കൽട്ടന്റെ വിക്കറ്റാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ആദ്യം നഷ്ടമാകുന്നത്. 20 റൺസിലാണ് താരത്തിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നത്. പിന്നീട് റീസ ഹെൻഡ്രിക്സ്, എയ്ഡൻ മർക്രം, ട്രിസ്റ്റൻ സ്റ്റെപ്സ് എന്നിവരെ പെട്ടെന്ന് നഷ്ടപ്പെട്ടത് സൗത്ത് ആഫ്രിക്കയെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ പിന്നാലെ വന്ന ലോകത്തിലെ നമ്പർ 1 T20 ബാറ്ററായ ക്ലാസൻ 22 പന്തിൽ നേടിയത് 4 സിക്സും 1 ബൗണ്ടറി അടക്കം 41 റൺസാണ്. എന്നാൽ പ്രതീക്ഷകൾക്കപ്പുറം 17 പന്തിൽ 54 റൺസ് നേടി മാർക്കോ യാൻസനാണ് അവസാന ഓവർ വരെ വിജയപ്രതീക്ഷ സമ്മാനിച്ചത്. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച സൗത്ത് ആഫ്രിക്കയാണ് ഏറ്റവും കൂടുതൽ മത്സരത്തിൽ ഇന്ത്യയെ പേടിപ്പിച്ചതെന്ന് പറയാം. മത്സരത്തിന്റെ 14ാം ഓവറിലാണ് ആദ്യമായി ഒരു റിതം ചേഞ്ച് സംഭവിക്കുന്നത്. വരുൺ ചക്രവർത്തി എറിഞ്ഞ ഓവറിൽ വഴങ്ങുന്നത് 23 റൺസാണ്. എന്നാൽ പിന്നീട് ഇന്ത്യ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നെങ്കിലും ഇടവേളകളിലെ റൺസ് വീഴ്ച മത്സരത്തിൽ പ്രധാനമായും സമ്മർദ്ദമുണ്ടാക്കി. 17ാം ഓവറിൽ 18 റൺസാണ് രവി ബിഷ്ണോയ് വഴങ്ങുന്നത്. അങ്ങനെ 18 പന്തിൽ 59 എന്ന സ്കോർ വേണ്ടപ്പോഴാണ് അർഷദീപ് ക്ലാസിനെ പുറത്താക്കുന്നത്. അവിടെ കൊണ്ട് സൗത്ത് ആഫ്രിക്ക അവസാനിച്ചു എന്ന് കരുതിയെടുത്താണ് 19ാം ഓവറിൽ 26 റൺസ് വഴങ്ങി ഹാർദിക് പാണ്ഡ്യ എത്തുന്നത്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്ന റൺസുകൾ നേടാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല. സിക്സർ അടിച്ച് യാൻസൻ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീടുള്ള പന്ത് അർഷദീപ് യാൻസനെ പുറത്താക്കിയത് മത്സരത്തിൽ നിർണായകമായി. അവസാന ഓവറിൽ 13 റൺസ് മാത്രമാണ് ഇന്ത്യ വഴങ്ങിയത്. ഇതോടെ സീരീസ് വിജയം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. മത്സരത്തിൽ ഏറെ നിർണായകമായത് ബൗളിംഗ് സ്പെല്ലുകൾ തന്നെയാണ്. അർഷദീപ് 4 ഓവറിൽ 37 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടിയപ്പോൾ വരുൺ ചക്രവർത്തി 54 റൺസ് വഴങ്ങിയെങ്കിലും 2 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത്.